പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം അവകാശപ്പെടുന്നത് വിശാല ഇടതുപക്ഷം എന്നൊക്കെ ആയിരിക്കും, യഥാർത്ഥത്തിലും ആയിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ സംസ്ഥാന സർക്കാരുമായിട്ടാണ് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സംസ്ഥാന സർക്കാരിനെതിരാണ് പൊതുവെ, അതായത് അനുകൂലമുള്ള ആളുകൾ അത് അനുകൂലിച്ച് സംസാരിക്കുന്നുണ്ട്, അതർ ബേസ് ഒരുവിധപ്പെട്ട എല്ലാവരും അതിനെതിരാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ അത് കാരണം തന്നെ കോൺഗ്രസിനെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു പരിഗണനയിൽപ്പെട്ട ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പൊതുവിടത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ഒരു തരത്തിലുള്ള ഒരു സുഖങ്ങൾ അനുഭവിച്ചിട്ട് പോന്നിട്ടാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ കുറച്ച് കാലമായിട്ടുണ്ടായത്. കഴിഞ്ഞ 9 വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 9 വർഷമായി ഈ ഇടതുപക്ഷം തുടർച്ചയായിട്ട് കേരളം ഭരിക്കാൻ തുടങ്ങിയിട്ട് ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിലേക്ക് ശക്തമായിട്ട് സർക്കാരിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് നിങ്ങൾ വിചാരിക്കേണ്ടത്, ഞാൻ കരുതുന്നത് 9 വർഷമായിട്ട് ഭരിക്കുന്ന ഏത് ഗവൺമെൻറ്റിനുമെതിരെ നിങ്ങൾക്ക് രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും അത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് പറ്റുകയും ചെയ്യണം. ഇവിടെ മാധ്യമങ്ങളും BJPയും അവതരിപ്പിച്ച ആരോപണങ്ങളുടെ പുറകിൽ കടിച്ചു തൂങ്ങി പോവുകയല്ലാതെ ഇവിടുത്തെ പ്രതിപക്ഷം എത്രമാത്രം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ അതെ പോയിട്ടുണ്ട് എന്നുള്ളത് സംശയമാണ്. അവർ പോയി നമുക്ക് ഓമനക്കുട്ടൻ മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ അറിയാം. നമുക്ക് അറിയാം എങ്ങനെയാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പുറകിൽ പ്രതിപക്ഷം പോവുകയും അത് എങ്ങും എത്താതെ എത്രയോ കാലം ചാനലുകളും നമ്മുടെ മാധ്യമങ്ങളും പ്രതിപക്ഷവും കൂടി അവസാനം എങ്ങും എത്താതെ അത് അവസാനിക്കുകയും അതിൽ അവസാനം നമ്മൾ പറയുന്ന പലർക്കുമെതിരെ ആരോപണങ്ങളെല്ലാം ആകാശത്ത് അപ്രത്യക്ഷമായി പോകുന്നു. നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ഒരു തീപിടുത്തമുണ്ടായത് എത്ര മാത്രമാണ് നമ്മുടെ മീഡിയ ആഘോഷിച്ചതെന്ന് നമുക്കറിയാം. അതെന്തായിരുന്നു, അതിനെക്കുറിച്ചുള്ള എന്തിന് AKG സെൻറ്ററിനെതിരെ ആക്രമണം നടത്തിയത് CPM-കാരാണ് എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം ഇവിടെ ചാനലുകളും ഇവിടുത്തെ നമ്മുടെ മീഡിയയും ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആലോചിച്ചപ്പോൾ K-ഫോണിനെതിരെയുള്ള ചർച്ച, ലൈഫ് മിഷനെതിരെയുള്ള ചർച്ച, ഹൃദ്യം പദ്ധതിക്കെതിരെയുള്ള ചർച്ച, നമുക്ക് അങ്ങനെ എത്രമാത്രം ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ഒരു ഇടയിലേക്ക് ഇത്തരം ഒരു കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് എന്താ, പ്രതിപക്ഷത്തിന് പ്രശ്നങ്ങളില്ല, പ്രതിപക്ഷം പണിയെടുക്കുന്നില്ല, അതേപോലെ തന്നെ അവർക്കെതിരെ വിമർശനങ്ങളും വരുന്നില്ല. അതുകൊണ്ട് പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളോ അവരുടെ റൂഡായിട്ടുള്ള സംസാരങ്ങളോ സംഭവങ്ങളോ ഒരു തരത്തിലും ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല. അതേസമയം തിരിച്ചാണെങ്കിൽ ഭയങ്കരമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പണ്ട് കൂലം കുത്തി എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴും ആൾക്കാർ ഓരോ അത് വളരെ മനസ്സിലെങ്കിൽ അസ്ഥാനത്തുള്ളൊരു പ്രയോഗമായിരുന്നു അത്. പ്രത്യേകിച്ചും രണ്ടാമത് മരണത്തിന് ശേഷം ആ പ്രയോഗം എന്ന് പറയുന്നത് ആർക്കാണെങ്കിലും അത് കേൾക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥത തോന്നുന്ന ഒരു കാര്യമാണ്. അത് കാരണം തന്നെ അത് ചെയ്തു. പക്ഷേ അതിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ സംസാരിച്ചു. ഇപ്പോൾ എനിക്ക് VD സതീശനോ K സുധാകരനോ എന്ത് പറഞ്ഞാലും എനിക്ക് യാതൊരു അത്ഭുതമില്ല. പക്ഷേ രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്നെ സംബന്ധിച്ചോളം അത്ഭുതപ്പെടുത്തി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അത് ഒറിജിനലാണോ എന്ന് ആർക്കറിയാം. അത്തരം ഒരു ഇറസ്പോൺസിബിളായിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല എനിക്ക് അറിയാവുന്ന രമേശ് ചെന്നിത്തല. എന്ന് വെച്ചാൽ കേരളത്തിലെ ദീർഘമായ ഒരു ചരിത്രത്തിൽ രമേശ് ചെന്നിത്തല എത്രയോ കാലമായിട്ട് 80-കൾ മുതൽ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. ഒരുപക്ഷെ ഈ ഇവരൊക്കെ ആയിട്ട് ഈ പറയുന്ന ആളുകളുമായിട്ട് ഈ ഒരു 19 വർഷമായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന, വയനാട്ടിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടാവാൻ ഇപ്പോഴത്തെ നേതൃത്വത്തിൽ സാധ്യതയുള്ള ഒരേ ഒരാൾ ചിലപ്പോൾ രമേശ് ചെന്നിത്തലയായിരിക്കും. ആ രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. പക്ഷെ അത് അത്ര റെസ്പോൺസ്, പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലേക്കാണ് നമ്മളൊരു മീഡിയ ആയിട്ട് ഉണ്ടാക്കിയെടുത്തത്. അത് അത്യന്തികമായിട്ട് വരികയാണെങ്കിൽ കോൺഗ്രസിന് ദോഷം ചെയ്യുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പറയുന്ന ഇവരൊന്നും ഉണ്ടാവില്ല ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം എലക്ഷൻസും സംഭവങ്ങളും വരികയും നേരിട്ടുള്ള കാര്യങ്ങളിലേക്ക് അടുക്കുകയും ചെയ്യുമ്പോൾ അത് ഏത് തരത്തിലാണെങ്കിലും ഒരു റെസ്പോൺസിബിളായിട്ട് പെരുമാറിയാലേ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് ആളുകളെ തോന്നിപ്പിക്കാനായിട്ട് മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് ചെയ്യുന്നില്ല, മറിച്ച് അതിന് മാത്രമേ വാർത്താ പ്രാധാന്യമുള്ളൂ എന്നൊരു നിഗമനത്തിലേക്ക് നമ്മളെങ്ങനെയും എത്തിയിട്ടുണ്ട്.